അമ്മാ ജമന്തി. ആഹാ മണമൊന്നുമില്ലല്ലോ. ആ മന്നക്കണാപ്പം തന്നെ എടുത്ത് കുഴിച്ചിട്ട് കാണും. നമുക്കിനി ഇവിടുന്ന് വെള്ളം കുടിക്കണ്ട. ഓഫീസിൽ നിന്ന് വരുമ്പോ മിനറൽ വാട്ടർ കൊണ്ടുവരാ. അയ്യോ എന്തിനാണാവോ? ഏട്ടാ കിണറ്റിലെ എലി. എലിയോ? ആ ചത്ത എലിയില്ലേ, അതിനെ കൊണ്ടൊരു കാക്ക കിണറ്റിന്റെ മോളിൽ വന്നിരുന്നു. ക്ലീറ്റോ ചേട്ടൻ കല്ലെടുത്തെറിഞ്ഞു, എലി കിണറ്റിലും വീണു. ഞാൻ അപ്പഴേ പറഞ്ഞതാ കല്ലെറിയില്ലേന്ന്. ഒരു ലോക പരാജയം. ഏട്ടനൊന്ന് വന്ന് നോക്ക്. എല്ലാത്തിനും കാരണക്കാരൻ ദേ വരുന്നു. അളിയന് സമാധാനമായല്ലോ അളിയന്. ഉച്ചയ്ക്ക് അളിയൻ അതൊന്ന് കുഴിച്ചിട്ടിട്ട് പോയെങ്കിൽ ഇതുവല്ല സംഭവിക്കുമായിരുന്നോ? ഈ അകത്തെന്തോ മല മറിക്കുന്ന പണിയുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ചെയ്ത പണിയാണത് ഈ എലിയെ പിടിച്ച് കണ്ടിട്ടുണ്ട്? ഞാൻ പിടിച്ചിട്ടൊന്നുമല്ല, ഒരു കാക്ക കൊണ്ടിട്ടോളാ. ഒരുപാട് മന്ദപ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലെ ഒരു മന്ദപ്പനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ലയാ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. നീ അധികം ഒന്നും വർത്താനം പറയണ്ട. നീ മോശക്കാരനൊന്നും അല്ല. നേരത്തെ ഈ എലിയെ കുഴിച്ചിടാൻ പറഞ്ഞപ്പോ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവല്ലോ സംഭവിക്കായിരുന്നു. ഇനി മതി മതി നിർത്ത്. ഇനി നീ ഒരു കാര്യം ചെയ്യ്, ആ ഫോൺ എടുത്ത് കിണറിറക്കുന്ന ആ ഗണേശനെ ഒന്ന് വിളിക്ക്. ഇതാ ഞാൻ വിളിക്കാം, വിളിച്ചതാ. പിടിക്കാതെ അങ്ങോട്ട്. മക്കളെ ഗണേശ, എടാ ഒന്ന് ഇവിടെ വരെ വാടാ, എൻ്റെ ഈ കിണറൊന്ന് ഇറക്കണം. ഒരു കാക്ക എലി എടുത്ത് കിണറ്റിലിട്ട്. എന്തോടെ 12,000 10,000 രൂപ തരാം ഞാൻ. അയ്യോ എടാ, എനിക്ക് നാളെ പെൻഷൻ കിട്ടും, നാളെ തരാം. അല്ലമ്മ, എന്താ ഗണേശന്റെ അടുത്ത് പെൻഷന്റെ കാര്യം പറഞ്ഞത്? കിണറിറക്കുന്നതിന്റെ കൂലി നാളെ എനിക്ക് പെൻഷൻ കിട്ടുമ്പോ കൊടുക്കാന്ന്. 10,000 രൂപ ഗണേശന് കൊടുക്കാനോ? പിന്നെ അല്ലെങ്കിൽ കിണറിറക്കണ്ടേ? അപ്പൊ ഞങ്ങളുടെ പൈസയോ? അയ്യോ, ഇവർക്ക് പൈസ ഒന്നും കൊടുക്കണ്ടമ്മേ. ഇവരല്ലേ എലിനെ എടുത്ത് കിണറ്റിട്ടെ. അപ്പൊ ഇവരുടെ പൈസ അങ്ങ് ഗണേശന് കൊടുത്താൽ മതി. ഞങ്ങളുടെ എലിനെ വിഷം വെച്ച് കൊന്നോ നിങ്ങൾ രണ്ടുപേരും കൂടി? വിഷം വെച്ച് കൊന്നതിന് എടുത്ത് കിണറ്റിടാൻ വേണ്ടിട്ടാണോ? അത് തന്നെ തന്നെ ഇടാൻ നിങ്ങളൊന്ന് നിർത്തി. പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യാം, ഗണേശനോട് വരണ്ടാന്ന് പറ. ആ 10,000 രൂപ എനിക്ക് തന്നാ മതി, ഞങ്ങൾ അടച്ചോളാം. അമ്മ ഞങ്ങൾ കിണറിറക്കാം. എന്തിന്? ഞങ്ങൾക്ക് പറ്റുമല്ലോ. ഞങ്ങൾ വിചാരിച്ചാ പറ്റും. നിങ്ങൾ നിർത്തി. നിങ്ങളൊരു കാര്യം ചെയ്യും, 10,000 രൂപ ഞാൻ നിങ്ങളുടെ കയ്യിൽ തരാം. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം. എന്താ, സമ്മതമാണോ? എനിക്ക് സമ്മതം തന്നെ. നിനക്ക് സമ്മതമാണോ? ഓ സമ്മതം തന്നെ ചെയ്യാം. ശരി, അപ്പൊ ഞാൻ ഗണേശനെ വിളിച്ച് പറഞ്ഞോളാം വരണ്ടെന്നുള്ളത്. എന്തോ നോക്കി നിൽക്കുന്ന അങ്ങോട്ട് കോരി പറ്റിക്കാനായിട്ട് കൂടെ എന്തോ നടാ നോക്കി നിൽക്കുന്നത്, അങ്ങോട്ട് ഇറക്കാം. ഞാൻ പോട്ടാ. അങ്ങോട്ട് ചെയ്യ്. അതാളിയാൻ പിടിച്ചാ മതി. അപ്പൊ മേപ്പോട്ട് വരുമ്പോൾ പിടിച്ചോ. മേപ്പോട്ട് വരുമ്പോൾ ഞാൻ പിടിക്കാം. വേഗം ഇറക്കാൻ അങ്ങോട്ട്. അങ്ങനെ ആജ്ഞാപിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അങ്ങനെ കോരി പറ്റിക്കണം. ഇത്രയായാലും കൊള്ളത്തില്ലല്ലോ കാര്യം. വല്യമ്മച്ചി, ഈ മൂത്തോയി ചൊല്ലും മുതിർന്നെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്ന് എന്താ അർത്ഥം വല്യമ്മച്ചി? മോക്കതിന്റെ അർത്ഥം അറിഞ്ഞൂടെ? ഇപ്പൊ എന്താ മോളങ്ങനെ ചോദിക്കാൻ കാര്യം? ടീച്ചർ നാളെ എന്റെ അർത്ഥം എതുക്കൊണ്ടുവരണമെന്ന് എനിക്കറിയത്തില്ല. അറിയത്തില്ലല്ലോ. പിന്നെ ആ കിണർ ഇറച്ചോണ്ടിരിക്കുന്നവരെ കണ്ട മോളുടെ അച്ഛനും അമ്മയും മാമനും ഒക്കെ അവർ ആ വെള്ളം എല്ലാവരും കോരി പറ്റിച്ച് കിണർ ഇറച്ചിട്ട് വൃത്തിയാക്കിയിട്ട് വരുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം ഇതിന്റെ അർത്ഥം എന്താണെന്ന്. അപ്പൊ അവര് പറഞ്ഞു തരും. എന്താ പോരെ? കളിക്കരുത്.